പ്രിയ സുഹൃത്തുക്കളെ, രാജാക്കന്മാരുടെ വചനം ഗ്രന്ഥം സമാപിക്കുന്ന ഘട്ടത്തിലേക്ക് നാം നീങ്ങുമ്പോൾ ഹെസേക്കിയ രാജാവിൻ്റെയും ജോസിയ രാജാവിൻ്റെയും ദൈവസന്നിധി നീതി പ്രവർത്തിച്ചു എന്ന് പറയുന്ന നല്ല രാജാക്കന്മാരുടെ ചരിത്ര സംഭവങ്ങളിലൂടെ നമ്മൾ നീങ്ങുകയാണ്. എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും അവർ പ്രതിസന്ധികളിൽ ശരിയായ ദിശ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ രാജാക്കന്മാരുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളും അതിൻ്റെ പരിണിത ഫലങ്ങളും. അവർ ചെയ്യുന്ന തിന്മയും അതിന് ഫലമുണ്ടായ ശിക്ഷാവധിയും ഒക്കെ എല്ലാ കാലത്തും തുടരുന്നതാണ്. ഇതുകൊണ്ടാണ് അതിൻ്റെ പ്രസക്തി. ഇപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ ഇതെങ്ങോട്ട് പോകും ഈ രാജ്യം, നമ്മൾ ഉത്കണ്ഠാകുലരാണല്ലോ, ഈ രാജ്യം എങ്ങോട്ട് കൊണ്ടുപോകും? ചെറിയൊരു വിഭാഗത്തിൻ്റെ കയ്യിൽ, വെറും 4% വരുന്ന ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ് രാജ്യം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം അതിനനുസൃതമായി അവരുടെ അഭീഷ്ടമനുസരിച്ച് ഒരു പ്രത്യേക വിധത്തിലുള്ള രാജ്യം പുനഃസൃഷ്ടിക്കായി പരിശ്രമിക്കുമ്പോൾ എല്ലാവിധ വൈവിധ്യങ്ങളെയും തകർത്ത് ഒരു ഏകജാലക സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പരിണിത ഫലങ്ങൾ ഇപ്പം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പലരും നല്ല മനുഷ്യർക്ക് വിചാരിക്കുന്നത് എങ്ങോട്ട് പോകും, ഇങ്ങനെ പോയാൽ? വളരെ വ്യക്തമാണ്, തിന്മയിലേക്ക് പോകുന്നതെങ്കിൽ തിരിച്ചടി ഉണ്ടാവും. ദൈവം എപ്പോഴും നന്മയിലേക്ക് നയിക്കുള്ളൂ. തിന്മ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അതിന് തിരിച്ചടി കാലാകാലം ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല. ഇവിടെ നാം ഇന്ന് കാണുന്നത് പ്രധാനമായ ഹെസക്കിയ രാജാവിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യകാലഘട്ടമാണ്. നന്മ ചെയ്ത ഒരു രാജാവ്, പക്ഷെ അവസാനമായപ്പോഴത്തേക്കും അദ്ദേഹം രോഗബാധിതനായിട്ടുള്ള സംഭവം അവിടെ പറയുന്നു. ഏശയ്യായുടെ കാലഘട്ടം ആലോചിച്ച് നോക്കി. ഏറ്റവും വലിയ പ്രവാചകന്മാർ ഒരാളാണ് ഏശയ്യ. ഈ കാലഘട്ടം ഇദ്ദേഹത്തിന് പുത്രൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വധിക്കപ്പെടുകയാണ് ചെയ്തു. അപ്പം അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ രോഗബാധിതനായപ്പോൾ ഏശയ്യ അദ്ദേഹത്തെ സന്ദർശിച്ചു, ഹെസക്കിയായെ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമറിയാൻ വേണ്ടി പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ ഈ രോഗം കൊണ്ട് കട്ടിയാണ്, നീ നിശ്ചയമായിട്ടും മരിക്കും. അപ്പോൾ അതിൻ്റെ പരിണിതഫലമായി ഈ ദുഃഖാർത്ഥനായ രാജാവ് ഉന്നത ഹൃദയനായി അനുതാപത്തോടുകൂടി ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുന്നതും ഫലം കാണുന്നതുമാണ് അവിടെ കാണുക. ആ രാജാവ് ദുഃഖിതനായി പ്രാർത്ഥിച്ചപ്പോൾ ഏശയ്യായോട് തന്നെ 15 വർഷക്കാലത്തേക്കുള്ള അദ്ദേഹത്തിന് ആയുസ് ദീർഘിച്ച് കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹം അസീരിയയുടെ രാജാവിൻ്റെ കൈകളിൽ ജെറുസലേമിനെ രക്ഷിക്കുക എന്നൊക്കെ പറയുന്ന വലിയ പ്രോത്സാഹജനകമായ പ്രവചനം ഉണ്ടാകുന്നത് അവിടെയാണ്. പ്രാർത്ഥനയുടെ ഫലം അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ ഫലം, ഹൃദയ താപത്തിൻ്റെ ഫലം ദൈവം നന്മ നൽകുമെന്നത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണത്. അതുകൊണ്ട് അതിനൊരു അടയാളം തരണമെന്ന് താല്പര്യപ്പെട്ടപ്പോൾ അടയാളം കൊടുത്തു. അദ്ദേഹത്തിന് പറ്റിയ ഒരു അടയാളം, അതായത് അവിടെ 10 അടി പുറകോട്ട് നിഴല് മാറിപ്പോയി എന്ന അടയാളം അവിടെ പറയുക. അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നാം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്തെങ്കിലും സംഭവം അദ്ദേഹത്തിന് വിശ്വസിക്കത്തക്ക രീതിയിൽ നൽകി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതായത് ഇതിൻ്റെ നിഴൽ മുൻപോട്ട് പോകേണ്ട നിഴൽ പുറകോട്ട് പോയി. അപ്പോൾ അത് നമ്മുടെ ഏശയ്യായുടെ പുസ്തകത്തിലും വായിക്കുന്നു. 38-ാം അധ്യായത്തിൻ്റെ 1-8 വരെ വാക്യങ്ങൾ ഏശയ്യായുടെ പ്രവചനത്തിലും ഇത് തന്നെ നാം വായിക്കുന്നുണ്ട്. അതായത് നിഴൽ പുറകോട്ട് പോയി. BC 687 ഇത് മരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ 701 ഈ സംഭവം നടന്നിരുന്നത്. സെന്നാച്ചെരീബ് എന്ന് പറയുന്ന സിറിയൻ രാജാവിൻ്റെ മരണത്തിന് തൊട്ട് മുൻപ് ഈ സംഭവം കൂട്ടി യോജിപ്പിക്കുന്ന എന്താ നമ്മുടെ ഉള്ളിലെ ഏറ്റവും ധാരണ എന്താണ്? അതായത് നല്ലൊരു രാജാവ് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കണ്ണുന്ന് കിടന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആയുസ് നീട്ടിക്കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ആയുസ് നീട്ടിക്കൊടുത്തു. അപ്പോൾ രോഗഗതിയിൽ അനുമോദിക്കാൻ ഒരു ബാബിലോണിൻ്റെ ദൂതന്മാരെ അവർ അസീരിയക്കെതിരെ കലാപം ഉയർത്താൻ വേണ്ടി മെറോദാക്ക് ബലദൻ എന്ന രാജാവ് അയച്ചു 2 പേരെ. അവരുടെ ഉദ്ദേശം രാഷ്ട്രീയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അസീരിയയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു സഖ്യമുണ്ടാക്കാനുള്ള പോക്കാണ് അവർ ചെയ്തത്. അപ്പം നിഴല് പുറകോട്ട് പോയതിൻ്റെ സ്വാഭാവികതയിൽ എതിർദിശയിൽ തിരിയുക ചെയ്തു എന്നുള്ള വ്യാഖ്യാനിക്കും. അതായത് സൂര്യൻ എതിർദിശയിൽ തിരിഞ്ഞു എന്നാണ്.
അപ്പോൾ രാജാവിൻ്റെ ബാലിശമായ താല്പര്യം പരിഗണിക്കുമ്പോൾ ദൈവം ഇങ്ങനെയൊരു ഒരു അടയാളം പ്രപഞ്ചത്തിൽ നൽകിയെന്ന് നമ്മളാരും കരുതേണ്ട കാര്യമില്ല. രാജാവിന് വിശ്വസിക്കാൻ പറ്റിയ രീതിയിൽ അവിടെ ഒരു അടയാളം കൊടുത്തു എന്ന് മാത്രമേ നാം മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ സൂര്യ ഘടികാരത്തിൽ നിഴൽ മുന്നോട്ടോ പിന്നോട്ടോ പോകുന്നതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായി, അതിന് പറ്റിയ ഒരു അടയാളം അദ്ദേഹത്തിന് ലഭിച്ചു. അത് സ്വാഭാവികമാണ്. അപ്പോൾ ബാബിലോണിലുള്ള ദൂതന്മാർ സന്ദർശനം രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിന് 20 അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഏശയ്യാ 39:1-8 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാബിലോണിൽ സ്വയം രാജാവായി പ്രഖ്യാപിച്ച ആളാണ് ഈ മെറോദാക്ക് ബെല്ലാദൻ എന്ന് പറയുന്നത്. മെറോദാക്ക് ബെല്ലാദൻ അവിടെ സ്വയം രാജാവായിട്ട് പ്രഖ്യാപിക്കുകയുണ്ട് ബാബിലോണിൽ. അപ്പോൾ ദൂതന്മാരെ അയച്ചതിൻ്റെ വ്യക്തിയാണ് രാഷ്ട്രീയ ലക്ഷ്യം നാം പറഞ്ഞതുപോലെ അസീറിയക്കെതിരെ നീങ്ങാൻ വേണ്ടിയിട്ട് പൊതുശത്രുവാണ് അസീറിയ എന്ന് പറയുന്നത്. സഖ്യമുണ്ടാക്കാൻ വന്നതാണ്. അപ്പോൾ ബാബിലോണുമായ സഖ്യത്തിന് ഹെസക്കിയ കാണിച്ച താല്പര്യം കാണിച്ചു. അതുകൊണ്ട് അത് ഏഷ്യ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അത് വിമർശിക്കുന്നതായിട്ട് കാണാം. കാരണം പിന്നീട് വരാൻ പോകുന്നത് ഈ ബാബിലോൺ തന്നെ യൂദായെ വിഴുങ്ങുന്നത് കാണാൻ പോകുന്നത്. അതിന് മുൻകൂട്ടി കണ്ട ആത്മാവ് ദഹിച്ച പ്രവാചകനും അദ്ദേഹത്തെ വിമർശിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ താല്പര്യം കാണിക്കും. അതുകൊണ്ടാണ് തൻ്റെ സൈനിക ശക്തിയൊക്കെ തുറന്ന് കാണിച്ചു കൊടുത്തത്. അപ്പോൾ രോഗശാന്തിയുമായി ബന്ധപ്പെടുത്തി ഹെസക്കിയായുടെ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിനൊരു ശിക്ഷയാണ് എന്നൊക്കെ ദിനവൃത്താന്തത്തിൽ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അനുഭവിച്ചു. അപ്പോൾ ഈ ദൂതന്മാർക്ക് രാജ്യത്തിൻ്റെ സൈനിക ശക്തി തുറന്നു കിട്ടും. നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലഘട്ടങ്ങളിലും രഹസ്യമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സൈനിക ശക്തി. എന്നിട്ട് അവർ പുറമേ പറയുന്നത് ഒരുപക്ഷേ മറ്റുള്ളവരെ ശത്രുക്കളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയൊക്കെ ഞങ്ങളുടെ കയ്യിൽ ബോംബുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അല്ലെങ്കിൽ ഇത്രയധികം മിസൈലുകളുണ്ട് എന്നൊക്കെ പറയുമ്പം പണ്ട് നമുക്കറിയാം സദ്ദാം ഹുസൈൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ രാസ ബോംബുണ്ട്, കെമിക്കൽ വെപ്പൺ ഉണ്ടെന്നുള്ള ധാരണയിലാണ് അദ്ദേഹത്തെ പിടിച്ചിടാനൊക്കെ ഇടയായത്. അപ്പോൾ ഒക്കെ ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് അത് രഹസ്യമായിട്ട് വയ്ക്കുകയുള്ളൂ, പുറമേ കാണിക്കത്തില്ല. ഇവിടെ ഈ രാജാവ് ഹെസക്കിയ രാജാവ് എല്ലാം തുറന്നു കാട്ടി. അത് അബദ്ധമാണ്, ശരിയല്ല എന്ന രീതിയിൽ ഏഷ്യ വിശദീകരിക്കുകയും ചെയ്തു. രാഷ്ട്രീയ ലക്ഷ്യമാണ്. അപ്പോൾ ആ രാജാവ് വാസ്തവത്തിൽ ഒരു പരീക്ഷയിൽ പരാജയപ്പെടുകയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അദ്ദേഹം കൂടുതൽ ഈ സഖ്യത്തിന് വേണ്ടി താല്പര്യപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. കർത്താവിലേക്ക് തിരിഞ്ഞാൽ ഇത് നമുക്ക് സൗഖ്യമുണ്ടാകും, എങ്കിൽ ജീവിതത്തിന് സമാധാനം ഉണ്ടാകും. നമുക്കറിയാം പല ഘട്ടങ്ങളിൽ പണ്ടത്തെ പോലെ അല്ലല്ലോ, രോഗത്തിനെല്ലാം ധാരാളം നല്ല അലോപ്പതി മരുന്നുകൾ മെഡിക്കൽ സയൻസിൻ്റെ പൂർണ്ണമായ വളർച്ചയിൽ നമുക്ക് ലഭ്യമാണ്. എങ്കിൽ അവിടെ ഒരു മാർജിൻ നാം ഇടേണ്ടതാണ്. സൗഖ്യം നൽകുന്നത് കർത്താവാണ്. ശാസ്ത്രീയമായ ചികിത്സയ്ക്ക് നാം വിധേയമാക്കണം, അതിന് സംശയമില്ല. കാരണം അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നടന്നു വീഴുന്നത് തന്നെയാണ് ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങൾ. അതിനെ നിരസിക്കാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ഹോസ്പിറ്റലിൽ പോലെ ഒരു ഡോക്ടറെയും കാണില്ല, ദൈവം എന്നെ സുഖപ്പെടുത്തിക്കൊള്ളൊന്നും വിചാരിച്ചിരിക്കുന്നത് മൗഢ്യമാണ്, തെറ്റാണ്. ദൈവം നൽകിയിട്ടുള്ള സംവിധാനങ്ങൾ വിനിയോഗിച്ചുകൊണ്ടാണ് ആ സൗഖ്യം നൽകുന്നത്. ആ മരുന്നിലൂടെയും ആ ഡോക്ടറിലൂടെയും ദൈവം തന്നെയാണ് എന്ന ബോധ്യമാണ് യഥാർത്ഥ നമ്മുടെ വിശ്വാസി നയിക്കേണ്ടത്. ഇവിടെ ഇദ്ദേഹത്തെ സൗഖ്യം കിട്ടി. എങ്ങനെയാണ് ഏശയ്യാ പ്രവാചകന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ രോഗത്തെ തന്നെ പലപ്പോഴും അൽഫോൻസാമ്മയുടെ കാര്യം എടുത്താൽ മതി. രോഗത്തെ ഒരു ദാനമായിട്ടാണ് കണ്ടത് അൽഫോൻസാമ്മ. ആരോഗ്യത്തെ നമ്മൾ ദാനമായിട്ട് കാണുമ്പോൾ തന്നെ രോഗത്തെ ദാനമായി കണ്ടു. അതുകൊണ്ടാണല്ലോ ആ വിശുദ്ധയുടെ ആ വിശുദ്ധി നിർണയിച്ചതിൽ ഏറ്റവും പ്രധാനമായ ഘടകം അതായിരുന്നു. ഏത് രോഗത്തെയും സ്വാഗതം ചെയ്യണം. എന്തിനു വേണ്ടിയാ? ഈശോയുള്ള സ്നേഹത്തിൽ അത് ഒരു പ്രത്യേകമായ ഒരു പ്രിൻസിപ്പിളായി, ഒരു ബിന്ദുവായിട്ട് നിൽക്കുക. ഈശോയുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു അവസരമായി അൽഫോൻസമ്മ കരുതി. ഇപ്പോൾ രോഗത്തെ കാണുന്ന കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. ദൈവവിശ്വാസം ഇല്ലാത്ത ആൾ കാണുന്ന കാഴ്ചപ്പാടും യഥാർത്ഥ വിശ്വാസം കാണുന്ന കാഴ്ചപ്പാടിന് രണ്ടാം. വലിയ മഹാന്മാർ ദൈവമില്ലാന്ന് വിചാരിച്ചിരുന്നവരൊക്കെ അവസാനം ലെനിനൊക്കെ എന്തുമാത്രം അവസാനം സയനൈഡ് ഗുളിക കൊണ്ട് തരാനാണ് പറയുന്നത്. തൻ്റെ സൈഡിൽ കൊണ്ട് വെക്കാൻ സയനൈഡ് ഗുളിക ആത്മഹത്യ ചെയ്യാൻ. അപ്പം അതുകൊണ്ട് ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളുടെ രോഗ അവസ്ഥയിൽ അവസാനം എങ്ങനെയാണ് അവർ ജീവിതത്തെ സമീപിച്ചതെന്ന് നമുക്ക് തന്നെ കൃത്യമായിട്ട് എല്ലാവരെയും കുറിച്ച് അറിയാവുന്നതാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ദൈവവെളിപാടും പറയുന്ന രോഗവും ദൈവം നൽകുന്ന ദാനമാണ് നിന്നെ ശുദ്ധീകരിക്കാനായി. അപ്പോൾ ദൈവത്തിന് അത്ഭുതകരമായി സുഖപ്പെടുത്താൻ കഴിയും. ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ രോഗശാന്തി നടക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത്
കഴമ്പില്ലാതില്ല. അതേ സമയത്ത് അത് ലക്ഷ്യമാക്കി പോകുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമായ കാര്യം. രോഗശാന്തി വിളംബരം ചെയ്യുന്നത്, രോഗശാന്തിക്ക് വേണ്ടി തന്നെ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകും. അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് കർത്താവല്ല ലക്ഷ്യം. അന്ന് വ്യക്തമാണല്ലോ, കർത്താവല്ല ലക്ഷ്യം, സ്വാർത്ഥതയാണ് ലക്ഷ്യം. എന്നാൽ അതേസമയം തന്നെ ഇതിൽ നിഷ്കളങ്കമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് രോഗശാന്തി ലഭ്യമാകും എന്നത് നമുക്ക് നിഷേധിക്കാനും പറ്റിയില്ല. രോഗശാന്തി ഒരു കച്ചവട മാധ്യമമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത അടുത്ത കാലത്തുണ്ടായ വലിയ ന്യൂനതകളാകാം. രോഗശാന്തി ഒരു കച്ചവട ചരക്കാക്കി മാറ്റിയിട്ട് സമ്പത്തുണ്ടാക്കാനുള്ള വഴിയാക്കി രൂപപ്പെടുത്തിയിട്ടാണ് ചില വ്യക്തികൾക്ക് ആൾ ദൈവങ്ങളായിട്ട് മാറുകയും ഒരുപാട് കർത്താവിൻ്റെ സുവിശേഷം സഭയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ പ്രാർത്ഥനയുടെ അനുഭവ ഉണർവൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഈശോയുടെ സാക്ഷ്യത്തിന് മങ്ങലേൽപ്പിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈയിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് ഒരു പരീക്ഷണം നൽകുന്നതുകൂടിയാണെങ്കിൽ രോഗം നമ്മൾ എങ്ങനെ എടുക്കും ഇതൊക്കെ. ഏതായാലും ശരി, ദൈവം ഈശോ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എന്നോടുകൂടി അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് ശേഖരിക്കാത്തവൻ ചിതറിക്കപ്പെടുന്നത് പറയാൻ അർത്ഥമുണ്ട്. നമ്മൾ വിചാരിക്കും കർത്താവ് എന്താ അങ്ങനെ പറയും, എന്നോടുകൂടി അല്ലാത്തവൻ എനിക്കെതിരാണ് എന്ന് പറയുമ്പോൾ ആ പിശാച് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഊമനായ ഒരാളെ പിശാച ബാധന കർത്താവ് ഒഴിവാക്കി കഴിഞ്ഞ് പോയി. അത്ഭുതം സംഭവിച്ചത് അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എന്നാ പറഞ്ഞത്, അശുദ്ധാത്മാവ് അവിടെ ഇവിടെ തങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വന്നത് ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിംഹാസനം അതിൻ്റെ ഹൃദയത്തിൽ കണ്ടത്. എന്നതിൻ്റെ അർത്ഥം എന്താ? അതായത് ഇവിടെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഈശോയെ പ്രതിഷ്ഠിക്കണമായിരുന്നു. അത് ചെയ്തില്ല. അല്ല, ഇന്നത്തെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു മദ്യപാനി നല്ലൊരു ധ്യാനത്തിലൂടെ മാനസാന്തരപ്പെട്ട സൗഖ്യം പ്രാവശ്യം സുഖമായി വീട്ടിൽ വന്ന് 1-2 കാലത്തേക്ക് മദ്യപാനമൊക്കെ നിർത്തി. എല്ലാവരും പറഞ്ഞു അവൻ കുടിയൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞു. 3-ാമത്തെ ആഴ്ച നോക്കിയപ്പോൾ ഇതാ വീണ്ടും തലകുത്തനെ മറിഞ്ഞു. കാരണം എന്നാണ്? അതായത് ഇത് തന്നെ കർത്താവ് പറഞ്ഞത്. അതായത് പിശാച് വീണ്ടും നോക്കിയപ്പോൾ സജ്ജീകരണമായി കിടക്കുന്നതുകൊണ്ട് അവൻ പോയിട്ട് 7 ദുരാത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ട്, 7 എന്ന് പറഞ്ഞാൽ അനേകമാർത്ഥത്തിലെടുത്താൽ മതി, 7 പൂർണ്ണ അക്കമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് കർത്താവ് പറയുന്നത്, നീ അത് കഴിഞ്ഞ് സൗഖ്യമാക്കി കഴിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ചരിക്കണമായിരുന്നു. വിശുദ്ധകുർബാന അനുദിനം പങ്കുചേരുക, വചനധ്യാനം നടത്തുക, ദൈവജനത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുക. ഇതൊന്നും ചെയ്യാതെ നീ വെറും ആ ഹൃദയം ശൂന്യമായിട്ടിട്ടാൽ പിശാച് കയറി വരും. അവിടെയാണ് കർത്താവ് പറയുന്നത്, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. അതായത് ഐതർ ഒന്നുകിൽ ഈശോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈശോയ്ക്ക് എതിരെ. ഇതിനിടയിൽ ഒരു ഓപ്ഷൻ ഇല്ല. അൺകോംപ്രമൈസിങ്. നീ ഒരു ഡിസിഷൻ നിന്റെ ജീവിതത്തിൽ എടുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ ഈശോയുടെ കൂടെ, ഈശോയുടെ ആണെങ്കിലോ ഈശോയുടെ വഴി സഞ്ചരിക്കണം. എന്നാൽ അത് വചനത്തിൻ്റെ വഴിയാണ്. അതവിടെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ രക്ഷാ അനുഭവമായ വിശുദ്ധ കുർബാനയുടെ വഴിയാണ്. അതിനോട് ആവേശപൂർവ്വം താല്പര്യം പങ്കെടുക്കുമ്പോൾ പിന്നെ പിശാചിനെ കൂടെ എടുക്കാൻ പറ്റില്ല. അതേസമയത്ത് നിനക്ക് സൗഖ്യം കിട്ടി അത്ഭുതകരമായ ദാനമായൊക്കെ സന്തോഷിച്ച് അഭിമാനിച്ചാടുന്ന കഴിഞ്ഞ് നീ ഈ വഴിക്ക് പോകാതിരുന്നാൽ അതിൻ്റെ ഹൃദയം ശൂന്യമായി കിടക്കും. അങ്ങോട്ട് ആ ദുരാത്മാവ് പോയി 7 കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറയുന്നതിന് നമുക്ക് വളരെ കൃത്യമാണ്. മദ്യപാനമൊക്കെ നിർത്തിക്കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പോയ വഴിക്ക് കൂട്ടുകാരിടും, അവനൊരു പുണ്യമാണ് എന്ന് പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ഒരല്പം എന്ന് പറഞ്ഞ് അതിനകത്ത് വീണു പോകുന്നു. അറിയാൻ പിശാചിൻ്റെ കടന്നുവരലാണ്. ആ മനുഷ്യൻ്റെ സ്ഥിതി മറ്റതിനേക്കാൾ ദുഷ്കരമായിരിക്കും. കർത്താവ് പറഞ്ഞതാണ്, അവൻ്റെ സ്ഥിതി മറ്റതിനേക്കാൾ ദുഷ്കരം. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ള അത്യാവശ്യമായ കാര്യം അതിവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് തീരുമാനം എടുത്തു എസേക്കിയ. അതുകൊണ്ട് അദ്ദേഹത്തിന് രോഗശാന്തി ലഭിച്ചു. അപ്പോൾ രോഗശാന്തിക്ക് വേണ്ടിയല്ലായിരുന്നു, ദൈവത്തോടുള്ള ഒരു അഭേദ്യമായ അടുപ്പവും ബന്ധവുമാണ് പ്രകടമായത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ രോഗത്തെ നാം ഒരു ദാനമായിട്ട് കാണാൻ കഴിയണം. രോഗാവസ്ഥ ഒരു സ്വാതന്ത്ര്യം നൽകുന്ന അവസ്ഥയെ തീരുമാനം എടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൂടെ ആയിരിക്കും ഞാൻ എന്ന് നമ്മൾ ഓർമ്മയിൽ നമ്മൾ ഭയപ്പെടുന്ന സംഗതികളാണ് കഠിനമായ രോഗങ്ങളൊക്കെ. പക്ഷെ അവിടെയാണെങ്കിലും ശരി മുൻകൂട്ടി തന്നെ ഒരുങ്ങിയിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ നേരിടാനുള്ള കരുത്ത് കർത്താവ് അപ്പോൾ നൽകും. ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഇപ്പം നമുക്ക് പേടി വരും. അപ്പോൾ നൽകും. നമ്മുടെ ഹൃദയത്തിന് നിഷ്കളങ്ക അനുസരിച്ച് നമുക്ക് അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പുത്രൻ മന്നാശ നേരെ എതിരാണ്. ഹെസക്കിയാ രാജാവ് നല്ല ഭംഗിയായിട്ട് നവീകരണം ആരംഭിച്ച് ഒരുപാട് കാര്യം ചെയ്തതിനൊക്കെ നേരെ വിപരീതമായി ഏറെക്കാലം ഭരിച്ച ആളാണ് ഈ പറയുന്ന മന്നാസ എന്ന് പറയുന്നത്. ദീർഘകാലം 55 വർഷത്തോളം മനുഷ്യൻ ഭരിച്ചിടത്തോളം കാലം നാശം വരുത്തി വെച്ചു. താൻ പിന്നീട് കാണാൻ പോകുന്നത് BC 687 തൊട്ട് 642 വരെയാണ്. അപ്പോൾ മന്നാസ എന്ന് പറഞ്ഞാൽ വിസ്മയിപ്പിക്കുന്നതിൻ്റെ അർത്ഥം. പക്ഷേ വളരെ കഷ്ടം, ഈ മനുഷ്യൻ്റെ കഷ്ടം ഒരു ഇരുളടഞ്ഞ കാലഘട്ടമായിട്ട് മാറി. എല്ലാം
തകിടം മറിക്കുകയുണ്ടായി. മ്ലേച്ഛമായ ആചാരങ്ങൾ അപ്പൻ നൃത്തം ചെയ്തൊക്കെ വീണ്ടും പ്രതിഷ്ഠിച്ചു. ബാലാരാധനയെ വീണ്ടും ആഹാബിനെ പോലെ എൻ്റെ വല്യപ്പൻ ആഹാബ് ഉണ്ടല്ലോ, ജസബേ രാജ്ഞിയുടെ എണ്ണം ബാലാരാധന പ്രതിഷ്ഠിച്ചതുപോലെ തന്നെ അത് വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തി. അതുകൊണ്ട് കാനാൻകാരുടെ ബാല ഷേറ പ്രതിഷ്ഠകളൊക്കെ അതിൻ്റെ കൂടെ ചന്ദ്രന് നക്ഷത്രങ്ങൾ മുതലായ ഒക്കെ ആകാശങ്ങളൊക്കെ ദൈവങ്ങളാക്കി അവർക്കൊക്കെ വേണ്ടി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധന അർപ്പിക്കുന്നതിന് ഈ മനുഷ്യൻ മന്നാസെ തയ്യാറായി. അപ്പോൾ അഷേറയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. അവിടെ എന്നാ സംഭവിക്കുന്നത്? യഹോവ എന്ന് പറയുന്ന ആ ദൈവം മറ്റു പല ദൈവങ്ങളിൽ ഒന്നായി മനുഷ്യർ കരുതാനായിട്ട് തുടങ്ങി. നോക്കണേ, വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ വാസ്തവം പറഞ്ഞാൽ നാം ഇവിടെയൊക്കെ ചിന്തിക്കേണ്ട വിശ്വാസത്തിൻ്റെ തനിമ എവിടെ നമ്മൾ സംരക്ഷിച്ചാലും അത് ആർക്കും എതിരല്ല. പക്ഷെ ആ തനിമ സംരക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. അതുകൊണ്ട് ശിക്ഷാവിധിയാണ് അതിൻ്റെ പിന്നാലെ വരാൻ പോകുന്നത്. അതാണ് പ്രവാസത്തിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ. അതിൻ്റെ വേരുപിടിയെ കിടക്കും. പ്രവാസത്തിലേക്ക് പോകാൻ അതാണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ തെറ്റിലേക്ക് പോവുകയോ അനേക നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തു. ഈ മനുഷ്യൻ ഒരുപാട് രക്തചിന്തമാണ്. അതായത് ഇതിനെ എതിർത്തവരെയൊക്കെ അത് കൊന്നുകളഞ്ഞു. പ്രവാചകന്മാർ കർത്താവ് പറയുന്നില്ലേ, ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കണ്ണീർ വാർത്തുന്ന പ്രവാചകന്മാരെ കൊല്ലുന്നവളെ എന്നാ വിളിച്ചു. ഓർക്കുന്നുണ്ടല്ലോ, ജെറുസലേം മലയുടെ ഓപ്പോസിറ്റായിട്ട് ആ ഒലിവ് മലയുടെ അടിവാരത്തിൽ കെദ്രോൻ കഴിഞ്ഞ് കയറി ചെല്ലുമ്പോഴേ കാണുന്ന സുന്ദരമായ സ്ഥലം. അവിടെ ഗെത്സമേനും കഴിഞ്ഞ് പിന്നെ മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നാണ് കർത്താവ് നോക്കിയപ്പം ജെറുസലേം ദേവാലയം ഉയർന്നപ്പുറം നിൽക്കുന്നു. അപ്പോൾ ജെറുസലേമേ പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കാൻ ഞാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ നീ സമ്മതിച്ചില്ല. എന്നിട്ട് പറഞ്ഞെന്താ? ജെറുസലേമേ പ്രവാചകന്മാരെ കൊല്ലുന്നവളെ എന്ന് പറഞ്ഞ ഈ കൊലയാണ്. ഈ വലിയ പ്രവാചകനെ ഈ പറയുന്ന രാജാവ് വധിക്കുകയാണുണ്ടായ മന്നാസെ. അത് കഴുത്തറുത്ത് കൊന്നു പറയും. അതായത് അറക്കവാൾ കൊണ്ട് അറുത്ത് മുറിച്ച് കൊല്ലിച്ചു എന്നാണ് ഏശയ്യായുടെ കുറിച്ചുള്ള യഹൂദ പാരമ്പര്യം. ഒക്കെ ഏശയ്യ ഏറ്റവും വലിയ പ്രവാചകന്മാരുള്ള ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ പ്രവചനം നൽകിയ ആളാണ്. അദ്ദേഹത്തെ ഈ മന്നാസെ രാജാവ് വധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അദ്ദേഹത്തെ വകവരുത്തി. അതുകൊണ്ട് അക്രമങ്ങൾ തേർവാഴ്ച നടത്തി. അതായത് തിന്മയുടെ ലൈനിലൂടെയാണ് ഈ ഭരണാധികാരി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ തിന്മാതി ഭയങ്കരമായിട്ട് കണ്ടില്ലേനോ? ആയങ്കിയെ പിടിക്കാൻ പോലീസ് നോക്കിയിട്ട് യാതൊരു രക്ഷയില്ല. ഞാനെല്ലാം പണി കഴിച്ചത് അവൻ വെല്ലുവിളിച്ചില്ലേ, വേറിട്ടൊരു പാർട്ടിയാണ് ഞാൻ എന്ന് പറയേണ്ടതൊന്നില്ലേ? എൻ്റെ അർത്ഥം എന്നാ? അവൻ സംരക്ഷിക്കപ്പെട്ടിരുന്നു എൻ്റെ അർത്ഥം. ഇവൻ ചെയ്യുന്ന എല്ലാ അക്രമ പ്രവർത്തികൾക്കും സംരക്ഷണം നൽകിയിരുന്നു. അപ്പോൾ ഭരണാധികാരികൾ സംരക്ഷണം നൽകിക്കഴിഞ്ഞാൽ ഈ ദുഷ്ടത കണ്ടുവാനും വളർന്നു പെരുകും. പക്ഷെ കാലം മാറുമ്പോൾ മറ്റൊരു ഭരണവ്യവസ്ഥ വരുമ്പോൾ എന്താ വരും? ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇവൻ എന്ത് ചെയ്ത്? ആ മന്നാസയാണെങ്കിൽ അദ്ദേഹം മരിച്ചപ്പോൾ ഉണ്ടല്ലോ, ഒരു രാജാക്കന്മാരെ പോലെ സംസ്കരിക്കാനുള്ള അവസരം ഉണ്ടായില്ല. സ്വന്തം ഭവനത്തിന് ആ ഭവനാംഗണത്തിൽ തന്നെ അടക്കേണ്ടി വന്നു. അവന് ആദരവ് നഷ്ടപ്പെട്ട ഒരു രാജാവായിട്ട് തീർന്നു. അതുകൊണ്ട് ആ മനുഷ്യൻ അത് ചെയ്തു കൂട്ടിയ തിന്മകൾക്ക് അറുതിയില്ല എന്ന് പറയും. അതുകൊണ്ട് പിന്നീട് വാസ്തവത്തിൽ വേറെ പാരമ്പര്യമുണ്ട്. മാപ്പിരുന്നെന്നും ബാബിലോണിലേക്ക് അദ്ദേഹത്തെ അടിമയായിട്ട് കൊണ്ടുപോയെന്നും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ മാപ്പിരുന്നും പിന്നെ തിരിച്ചു വന്നുകൊണ്ട് വീണ്ടും നേരെയായി എന്നൊക്കെ ഉള്ള പാരമ്പര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ജീവിതകാലം മുഴുവൻ ഇപ്രകാരമുള്ള വലിയ തിന്മയുടെ വഴിയിലേക്കാണ് നീങ്ങിയിരുന്നത്. അപ്പോൾ അന്ന് എസ്ആർ ഹദ്ദോൻ എന്ന ആളാണ് സന്നാജ് ഷരീഫിന് പകരമായി അസറിയ രാജാവായിട്ട് വന്നിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഈജിപ്തിലെ ഒരാളിനെ രാജാവിനെ തോൽപ്പിച്ച് തിർക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ തിർഹാക്ക എന്ന് പറയുന്ന ആളിനെ ഇവിടെ രാജാവാക്കി വയ്ക്കും. അതായത് സാമന്ത രാജാവായിട്ട് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് BC 671 ഈജിപ്തിൻ്റെ തലസ്ഥാനമായ അന്നത്തെ തലസ്ഥാനം മെംഫിസ് പിടിക്കാനായിട്ട് ഇടയായി. എന്നിട്ടവിടെല്ലാം പ്രവിശ്യകൾ തിരിച്ച് അസീറിയൻ പ്രവിശ്യകളൊക്കെ മാറ്റി. അപ്പോൾ പിന്നീട് നാം കാണുന്നത് അസൂർ മരിച്ച് അതിനുശേഷം ഈ പറയുന്ന അവസരത്തിലേക്ക് ഇദ്ദേഹം തിരിച്ചു വരിക. ഈ പറയുന്ന തിർഹാക്ക വീണ്ടും തിരിച്ചു വരുന്നു. എന്നിട്ട് ഈ അസൂർ ബാനിപ്പാലിൻ്റെ അതിൽ ഈ പറയുന്ന മരിച്ചുപോയ രാജാവിൻ്റെ പുത്രനായ അസൂർ ബാനിപ്പാൽ BC 669 633 വരെ ഭരിക്കാനൊരുങ്ങി. ഇപ്പോൾ ഈജിപ്തിനെ അങ്ങ് പരാജയപ്പെടുത്തി. അപ്പോൾ തിർഹാക്ക വീണ്ടും ഒളിച്ചോടി എന്നൊക്കെ നമ്മളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് രാജാക്കന്മാരെ ഒക്കെ അദ്ദേഹം വധിച്ച നെക്കോ എന്ന രാജാവിനെ മെംഫിസിൽ സാമന്ത രാജാവാക്കി.
അപ്പം കണ്ടത് രാജാക്കന്മാരെ 2-3 രാജ്യങ്ങൾ ഇടയ്ക്ക് കേൾക്കുന്ന സംഭവങ്ങളെ പറയുന്നതൊക്കെ അതിൽ ചില അസീറിയ എന്ന് പറയുന്ന രാജ്യത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ അസീറിയ എന്ന പേരിൽ നമുക്ക് കാണാമല്ലോ. പക്ഷേ ഇന്നത്തെ പറയുന്ന തുർക്കിയുടെ നോർത്തേൺ ഭാഗങ്ങളും അതിനോട് ഇപ്പുറത്തോട്ട് ചേർന്ന് മെസ്സപ്പൊട്ടേമിയൻ ഭാഗം, അതായത് ഇന്ന് കാൽഡി എന്ന് പറയുന്ന ഇറാഖ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ കൂടി ചേർന്ന ഒരു വിപുലമായ ഒരു പ്രദേശമാണ് അന്നത്തെ അസീറിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇപ്പം നിലനിൽപ്പില്ല. എങ്കിലും ആ രാജ്യങ്ങളും ഇപ്പുറത്തെ രാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ പേർഷ്യ എന്ന് പറയുന്നത് ഏതാണ് ഇന്നത്തെ ഇറാനാണ്. അപ്പോൾ പിന്നെ കൽഡായ എന്ന് പറയുന്നത് ഇറാഖാണ്. അതിന് തൊട്ട് ഇപ്പുറയാണ് സിറിയയും ഇന്ന് നാം കാണുന്ന ലെബനോനും പിന്നെ ഇസ്രായേലൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ. ഇവർ തമ്മിലുള്ള നിരന്തരമായ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ സംഭവ വിവരണങ്ങളായിട്ട് വരുന്നത്. അതിൽ നമുക്ക് എടുക്കേണ്ടത് ദൈവശിക്ഷ വരുന്ന വഴികളും തെറ്റിപ്പോകുന്ന രീതികളും ഒക്കെ എല്ലാ കാലത്തേക്കും ഒരുപോലെയാണ്. അതാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം അതിൽ നിന്നാണ് ചുഴിഞ്ഞെടുക്കുന്നത്. നമ്മൾ അത് പഠിക്കണമെന്നെങ്കിൽ കാര്യമായിട്ട് ശ്രദ്ധിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വായിക്കണം. എല്ലാം പെട്ടെന്ന് വായിക്കുമ്പോൾ കുറേ പേരുകൾ ഇതങ്ങനെ ഓർത്തിരിക്കാൻ ആരെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ പല പ്രാവശ്യം വായിച്ച് നമുക്ക് പരിചിതമായി കഴിയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ പതിയും. അപ്പോൾ അതിൻ്റെയൊക്കെ ദൈവജനം നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 663 ഈ ഈജിപ്തിലെ തേബസ് കീഴടക്കിയിട്ട് അപ്പോൾ 25 രാജവംശം അവിടെ അവസാനിക്കുകയും ഈജിപ്തിൽ മറ്റൊരു രാജവംശം തുടരുകയും ചെയ്തു. BC 7-ാം നൂറ്റാണ്ടിൻ്റെ 1-ാം പകുതിയിലാണ് പലസ്തീനയിൽ അസീറിയൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായത്. അപ്പോൾ കപ്പം കൊടുത്തുകൊണ്ട് ഈ മനാസെ അവിടെ കഴിയേണ്ടതായിട്ട് വന്നു. ഈ വലിയ കൊലപാതകം നടത്തിയ വലിയ ഭയങ്കര ഭീകരനായിരുന്ന ഈ രാജാവ് അവസാനം കപ്പം കൊടുത്ത് കഴിയേണ്ട വിധത്തിലേക്ക് തകർന്നു പോകാനായിട്ട് ഇടയായി. അവസാനം ഒറ്റ ജീവിതത്തിൽ അസീറിയ ദൈവങ്ങളെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനൊക്കെ തയ്യാറായി. അസീറിയൻ ദൈവങ്ങളെ കൊണ്ടുവന്നൊക്കെ ഇന്നത്തേതുപോലെ ഇന്നത്തെ നമ്മുടെ സാഹചര്യം സംസ്കാരവും മറ്റും അങ്ങ് വിധിക്കരുത്. മറ്റു പല രാജ്യങ്ങളും നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ജനാധിപത്യ രാജ്യമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ മതവിശ്വാസം സ്വാതന്ത്ര്യമുണ്ട്. അതനുസരിച്ച് ആരാധന നടത്തും. ആരും ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. അന്ന് അങ്ങനെയില്ലെന്ന് പറയാം. ഭരണാധികാരികൾക്ക് പ്രത്യേക ദൈവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദൈവത്തെ അംഗീകരിച്ചോളണം എന്നാണ് നിയമം. അംഗീകരിക്കാതിരുന്നാൽ തല പോകും. അങ്ങനെയാണല്ലോ ബാബിലോൺ അടിമത്തിലേക്ക് പോയപ്പോൾ ദാനിയേലിന്റെ പ്രവചനം കണ്ടില്ലേ? അവർക്ക് എന്നാ സംഭവിച്ചത്? അവർ നല്ല രാജകുടുംബത്തിൽ പറഞ്ഞ പിള്ളേരായിരുന്നു. ആ പിള്ളേർ 2-3 പേരെ അവരുടെ പല കാര്യങ്ങളും നല്ല മാന്യമായിട്ട് പെരുമാറി. അവർക്ക് നല്ല അഭിപ്രായം, നല്ല മിടുക്കന്മാരാക്കുക. അതുകൊണ്ട് അവർക്ക് ചില ഭരണകാര്യങ്ങൾ പോലും ഏൽപ്പിച്ചു. പക്ഷേ അതിനുണ്ടല്ലോ നിർണായകമായ കാര്യം വന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം നിഷേധിക്കപ്പെട്ട ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ അവർ സമ്മതിച്ചില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് പ്രത്യേകമായിട്ടൊരു ഒരു ഒരു രാജാവിനെ ആരാധിക്കുന്ന നിലയിലേക്ക് വന്നു കഴിയുമ്പോഴും നടക്കില്ല. ദാനിയേൽ പറഞ്ഞു. ദാനിയേൽ അന്ന് ജെറൂസലേമിലേക്ക് നോക്കി അവിടുത്തെ ജനങ്ങൾ തുറന്നിട്ട് പ്രാർത്ഥിക്കുമായി. കണ്ടില്ലേ സംഭവമൊക്കെ? അപ്പോൾ അത് നോക്കി ദാനിയേലിൻ്റെ പുസ്തകം വലിയ ദൈർഘ്യമേറിയ പുസ്തകമൊന്നുമല്ലല്ലോ. ദൈവീയ വെളിപാടിൻ്റെ പുസ്തകവും ദാനിയേലിൻ്റെ പുസ്തകവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കണം കേട്ടോ. ദാനിയേൽ കർത്താവിന് മുൻപ് 500 വർഷം മുമ്പ് ജീവിച്ചു ദാനിയേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി നിർവഹിക്കപ്പെട്ടതായിട്ട് വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ കാണുന്നു. കാരണം ആ ദൈവിക വെളിപാടിൻ്റെ ആ നാലായ വേരും അതിൻ്റെ ആ കണക്ഷൻ വളരെ ക്ലിയറാണ്. അവസാനം സംഭവിച്ച് രാജാവ് സ്വപ്നം കണ്ടത് എന്നാണ് വ്യാഖ്യാനിക്കുക. അവിടുത്തെ വിദൂഷകന്മാരെയൊക്കെ വിരുത്തിട്ട് ആരെയൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അവസാനം ദാനിയേൽ കടന്നു ചെന്നു. രാജാവ് സ്വപ്നം കണ്ടിട്ട് വന്ന ഈ മാന്ത്രികയോട് പറഞ്ഞു, നിങ്ങൾ എന്താ ഞാൻ കണ്ടത് എന്നാന്ന് ഓർക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളത് പറയണം. സ്വപ്നം എന്താണെന്നും പറയണം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയണം. അവർ പറഞ്ഞത് രാജാവെ പറ, സ്വപ്നം എന്താ നിങ്ങൾ ഞങ്ങൾ വ്യാഖ്യാനിച്ചു തരാം. രാജാവ് പറയാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ എന്ന് പറഞ്ഞ എന്താ സ്വപ്നം ഇതല്ലേ രാജാവ് കണ്ട സ്വപ്നം എന്ന് പറയുന്നത്? സ്വപ്നം കിട്ടിയാൽ കാണിച്ചു കൊടുക്കും നോക്കേ. ആ വലിയ പ്രത്യേക ഭീമാകാരമായ ഒരു സ്വരൂപത്തിൻ്റെ ആ മുകളിൽ നല്ല സ്വർണ്ണപ്പത്തം കൊണ്ടുണ്ടാക്കിയ തലയും അതിന് കീഴോട്ട് ചെമ്പ് കൊണ്ടുണ്ടാക്കിയ നെയ്ച്ചും അതിൻ്റെ ഏറ്റവും അടിയിൽ അവസാനം വന്ന് ഇരുമ്പും മണ്ണും ചേർന്ന പാദം നോക്കണേ. അപ്പം അങ്ങനെ അപ്പം ഇത് തന്നെ ഞാൻ കണ്ടത്. എന്നിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നെ നോക്കാൻ രാജവംശങ്ങൾ അവസാനം വന്നു കഴിയുമ്പോഴത്തേക്കും തകർന്നു പോകും ഈ രാജ്യം, അതിൻ്റെ അടിയിൽ മണ്ണാ നിൽക്കുന്നത്. അപ്പം അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. അങ്ങനെയുള്ള അതിശക്തമായ പ്രവാചകന്മാർ പോലും അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ദാനിയേൽ അൺകോംപ്രമൈസിങ് ആയിട്ട് അവിടെ നിന്നു. തല പോയാലും ശരി യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇവിടെ നേരെ തിരിച്ചാ കാണുന്നത്. ഇവരെന്താ ചെയ്തു? ഈ കപ്പം കൊടുത്തതിന് ശേഷം ഈ പറയുന്ന മന്നാസയൊക്കെ മറ്റെല്ലാ ദൈവങ്ങളും പ്രതിഷ്ഠിച്ച് അസീറിയൻ ദൈവങ്ങളെ കൊണ്ടുവന്നു. അത് കൂടുതൽ തീക്ഷ്ണതയോടെ വിഗ്രഹാരാധന നടപ്പാക്കി. അതുകൊണ്ട് എന്നാ സംഭവിച്ചത്? അവസാനം 652 ബാബിലോണും ഈജിപ്തും അവർ തമ്മിൽ കലാപം തുടങ്ങി. ഈ സാഹചര്യത്തിൽ സ്വതന്ത്രനാകാൻ ശ്രമിച്ച മന്നാസ പരാജയപ്പെട്ടു, ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടു എന്നാണ് പറയുന്നത്.
അവിടെയാണ് മരിക്കും. അത് പോയി. 55 വർഷം ഭരിച്ച രാജാവിൻ്റെ ഗതിയ, ഏതൊരു രാജാവിൻ്റെ മകനാണ് ഹെസേക്കിയ എന്ന് പറയുന്നത്, നല്ലൊരു രാജാവിൻ്റെ പുത്രനാണ്. നമ്മളെ പാരമ്പര്യമൊക്കെ പറയാറുണ്ടല്ലോ, നല്ല മനുഷ്യൻ്റെ മക്കളൊക്കെ നല്ലവരായിരിക്കും, ഒന്നും കരുതേണ്ട കാര്യമില്ല. ഏറ്റവും നല്ലൊരു രാജാവിൻ്റെ പുത്രനാണ് ഈ മനുഷ്യൻ. പക്ഷേ എന്നാ പറയുന്നത്, മനസ്സ് നേരെ വിപരീതമായിട്ട് പോയി എന്നാണ് മനസ്സിലാക്കാം. അപ്പോൾ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അതിൻ്റെ വ്യക്തിത്വം നിശ്ചയിക്കുന്നത്. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതെന്നാണ്, വഴി പിഴച്ച വഴിയിലൂടെ അദ്ദേഹം പോയി. ഇത് മതസൗഹാർദ്ദമായിട്ട് ഇപ്പം ഒന്ന് വ്യാഖ്യാനിക്കാം. എല്ലാ ദൈവങ്ങളും നമ്മൾ സ്വീകരിക്കുന്നു, അതിൻ്റെ കൂടെ യേശുവിനെ സ്വീകരിക്കുന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് മറ്റു ദൈവങ്ങളൊക്കെ വെക്കാം. നമ്മൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, ഞങ്ങൾ എല്ലാ ദൈവങ്ങളെയും അംഗീകരിക്കുന്നുണ്ട്, പിന്നെ ഞങ്ങൾ യേശുവിനെ അംഗീകരിക്കുന്നുണ്ട്, മറ്റെല്ലാവരെയും അംഗീകരിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പാടില്ല എന്ന് നമ്മോട് ചോദ്യം ചോദിക്കുന്നവരുണ്ടെന്ന് രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നമ്മോട് ചോദിക്കുന്നവരുണ്ട്. നമുക്കത് പറ്റില്ല. അതുപോലെ സൗമ്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഞങ്ങൾക്കത് പറ്റില്ല, അത് നിങ്ങളത് പിണങ്ങണ്ട. ഞങ്ങൾക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം ഈശോ തന്നെയാണ്, അത് ത്രിത്വൈക ദൈവമാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് മറ്റൊന്നും അംഗീകരിക്കാം. നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളെ ആരാധന ഞങ്ങൾ ബഹുമാനിക്കും. ഞങ്ങളതൊന്നും എതിര് പറയുന്നില്ല, തള്ളി പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏകനായ ദൈവത്തെയാണ്. ഇസ്രായേലിൽ കേൾക്കുക, ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാകുന്നു. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണമായ ശക്തിയോടും കൂടി നീ യഹോവയെ കർത്താവിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും എന്ന് പറഞ്ഞിട്ട് നീ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അതൊക്കെ ധ്യാനിക്കുകയും ഒക്കെ ചിന്തിക്കേണ്ട. നെറ്റിത്തടത്തുള്ള കൈത്താണ്ടുകളും അതിൻ്റെ ചിമിഴുകൾ കെട്ടിത്തൂക്കി കൊണ്ട് നടക്കുന്നതിൻ്റെ കട്ടിളപ്പിടിയുമ്പോൾ എഴുതി വയ്ക്കും, മക്കളെ പഠിപ്പിക്കുകയും എന്ന് പറയുന്ന ഭാഗം. ഇതാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയും. അത് ഞങ്ങൾക്ക് പറ്റില്ല, കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം. നമ്മുടെ ആളുകൾ പലരും അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ രാഷ്ട്രീയ തലങ്ങൾ നേതാക്കന്മാർ വളർന്നു വരുമ്പോഴൊക്കെ ഈ കോംപ്രമൈസിന് പോകരുത് സഹോദര. നിന്നെ ആക്കി, നീ ആക്കി തീർത്തത് ഈ ഒരു വിശ്വാസമാണ്. അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റില്ല. നീ വലിയ മതസൗഹാർദ്ദക്കാരാണ് നടന്നുകൊണ്ട് എല്ലാവരെയും അംഗീകരിച്ച് അതും ദൈവം ദൈവം എന്ന് നീ പ്രസംഗിക്കരുത്, തെറ്റാണ്. അവരുടെ ദൈവങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അവരുടെ ആരാധന ബഹുമാനിക്കും. ആ വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കും, അവരുടെ മതങ്ങളെ നമ്മൾ ബഹുമാനിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കാര്യമേ അത് ഇങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങളെ, കാരണം ഞാൻ നിങ്ങളോട് കണക്കൊന്നുമില്ല, ഇത് എൻ്റെ ദൈവം ഇങ്ങനെ എന്ന് പറയാൻ നല്ല ധൈര്യം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് വഴിപിഴച്ച മതസൗഹാർദ്ദ രീതി ഒന്നും ശരിയല്ല. മറ്റുള്ളവരെ നമ്മൾ ആദരിക്കുകയും അത് അവരെ സ്വന്തമായിട്ട് നമ്മൾ കരുതണം. പക്ഷേ ആ ദൈവങ്ങളെ ഒന്നും നമ്മുടെ ഉള്ളിൽ നമ്മുടെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. അത് ആര് പിണങ്ങിയാലും ഒന്ന് തുറന്നങ്ങ് പറയാവുന്ന കാര്യമാണ്. നിങ്ങൾ പിണങ്ങൊന്നും വേണ്ട, ഞങ്ങൾ ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞങ്ങൾക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ പ്രവാചകനെ ഇങ്ങനെ പിന്നെ ഒരു കൊല ചെയ്തതിന് വേണ്ടിയിട്ടാണ്. ഏശയ്യ പ്രവാചകനെ കൊല ചെയ്തെന്ന് ഓർക്കുന്നുണ്ട്, വല്ല പ്രീതിയും കിട്ടുന്നില്ല, ശിക്ഷയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വിമർശിക്കുന്ന അപ്പം നമ്മൾ മറുഭാഗത്ത് പറഞ്ഞാൽ ഈ പറയുന്ന വിമർശകർ ധാരാളം എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മളെ വിമർശിക്കുന്ന വിമർശകരെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. വിമർശിക്കുന്ന വിമർശനങ്ങളുടെ അകത്തെ കാമ്പെന്തുണ്ടെന്ന് നോക്കിയിട്ട് അത് അംഗീകരിക്കേണ്ടതാണ്. ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾ വിമർശിച്ചു എന്നതുകൊണ്ട് അത് അപ്പാടേങ്ങ് തള്ളിക്കളയുന്ന രീതി ക്രൈസ്തവമല്ല. വിമർശിക്കുന്ന ആശയങ്ങൾ എന്താണ്, അത് ആര് പറഞ്ഞു നോക്കാതെ അതിനകത്ത് വസ്തുനിഷ്ഠമായ കാര്യങ്ങളുണ്ടോ, സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച് സത്യമുണ്ടെന്ന് അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്ന രീതിയാണ് സഭയുടേത്. ആ രീതിയിലാകുമ്പോൾ പോകണം. ആര് പറഞ്ഞാലും, ഏത് തരത്തിലുള്ള നിരീശ്വര പ്രസ്ഥാനത്തിനാണ് പറഞ്ഞാലും, ഏത് യുക്തിവാദി പറഞ്ഞാലും, എന്ത് പറഞ്ഞാലും പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കണം. കഴമ്പുണ്ടെങ്കിൽ സ്വീകരിക്കണം. അത് സ്വീകരിക്കാൻ നമ്മുടെ ദൈവം എപ്പോഴും തയ്യാറാണ്, നമ്മൾ തയ്യാറാക്കുന്നുണ്ടല്ലോ. നമ്മളിതൊന്നും ബ്ലോക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഒരിടത്തും സ്വാതന്ത്ര്യമില്ല. പാപം ഒഴികെ മറ്റൊന്നിനും നമുക്ക് തടസ്സമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഏത് ശാസ്ത്രീയ കണ്ടുപിടുത്തം വന്നാലും ശരി, അതൊരിക്കലും ബൈബിളിനോ ക്രൈസ്തവ വിശ്വാസത്തിനോ എതിരായിട്ട് പോകുന്നില്ലെന്ന് നാം ധരിക്കണം. പ്രത്യക്ഷത നോക്കിക്കഴിയുമ്പോഴത്തേപ്പെട്ടു, അയ്യോ അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ പിടിച്ചിരിക്കുക, 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു, 7-ാം ദിവസം ആ ദൈവം ശ്രമിച്ച് പറയുമ്പോൾ ഇടവന്നിരിക്കുന്ന വലിയ ഭയങ്കരമായ പരിണാമ സിദ്ധാന്തമായിട്ട് അപ്പോൾ ഏതാ ശരി എന്ന് ചിന്തിക്കുന്ന കുരങ്ങളിലാണ് മനുഷ്യനുണ്ടായത്. അത് പ്രൂവ് ചെയ്താൽ നമുക്ക് യാതൊരു വിഷമവുമില്ല. കാരണം നമുക്ക് ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതിനെ കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്, എന്തിനാണ് ഉണ്ടായതിനെ കുറിച്ചാണ്. എങ്ങനെയാണെന്നുണ്ടായതിനെ കുറിച്ച് പറയാനും പഠിപ്പിക്കാനും ശാസ്ത്രമായി തയ്യാറാകണ്ടേ. ശാസ്ത്രീയ സത്യങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാமல் അംഗീകരിക്കും. കാരണം ദൈവത്തിനെതിരായിട്ട് പോകുന്നതല്ല ശാസ്ത്രം, അതുകൊണ്ട് സഭയ്ക്കെതിരായിട്ട് പോകുന്നതുമല്ല ശാസ്ത്രം. ചരിത്രത്തിൽ ചില പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാൻ മനുഷ്യർ സഭയ്ക്കുള്ള മുഖത്തരയ്ക്കാറുണ്ട്, അതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പം ഭംഗിയായ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എവിടെയുള്ള ലോകത്തിൽ കത്തോലിക്ക സഭയല്ലാതെ വളരെ കൃത്യമായിട്ട് ഓരോ കാലഘട്ടം
അതുകൊണ്ട് ആലോചിച്ച് നോക്കി, ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ നല്ലൊരു വിഭാഗം കത്തോലിക്ക സഭയിലെ വൈദികരായിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് അറിയാവോ? ശാസ്ത്രജ്ഞന്മാരെ ഒരു വിഭാഗം നല്ല ദൈവവിശ്വാസികളായിരുന്നു. അതിൽ ഒന്നാമതൊരു വിശ്വാസി ഐസക് ന്യൂട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ നല്ല ഐൻസ്റ്റൈനും ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് അവരാരും ശാസ്ത്രത്തെ അനുകൂലിക്കുക, ശാസ്ത്രം കണ്ടുപിടിക്കുക ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിനെതിരാണ് കത്തോലിക്ക സഭ ആരും വിചാരിക്കണം. അത് സംശയരഹിതമായ സത്യം തെളിയിക്കട്ടെ, നമ്മൾ കൈ കോപ്പി സ്വീകരിക്കും. ജോമോസക്കൻ മാർപ്പോൾ ഓപ്പണായിട്ട് പറയും. പരിണാമസിദ്ധാന്തം തയ്യാദേ ശ്രദ്ധ എന്ന് പറഞ്ഞ വൈദികനും സന്യാസിയും ദൈവശാസ്ത്രജ്ഞനും അതുപോലെ സാധാരണ ഭൗതിക ശാസ്ത്രജ്ഞനുമായിരുന്ന വലിയ വ്യക്തി തയ്യാദ് ഷർദേൻ ദ ഫിനോമിനൻ ഓഫ് മാൻ എന്ന് പറയുന്ന ബുക്ക് അത് മാസ്റ്റർ പീസ്. അദ്ദേഹം വളരെ കറക്റ്റായിട്ട് പിന്നെ പരിണാമസിദ്ധാന്തത്തിലെ ഭാഗങ്ങളൊക്കെ കറക്റ്റായിരുന്നു പറഞ്ഞു വെച്ചു. മിസ്സിംഗ് കണ്ടുപിടിച്ചാണ്. സഭയെ അംഗീകരിക്കും, സഭയ്ക്ക് അതിനകത്ത് എതിരൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിന് യാതൊരു കലർപ്പുമില്ല. നമ്മുടെ വിശ്വാസം ഓപ്പണാണ്, സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ നടുവിൽ നിൽക്കുന്നത് ഈശോയാണ്, ദൈവപുത്രനാണ്. ദൈവപുത്രനായ ഈശോയിൽ നാം വിശ്വസിക്കുക എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അവിടെ സംഭവിച്ചുണ്ടായത് ഈ പറയുന്ന ആ വ്യക്തി, ഈ രാജാവ് ഒരുപാട് പേരെ, ഈ പ്രവാചകൻ കൂടാതെ വേറെ ഒരുപാട് പേരെ അദ്ദേഹം വധിക്കാനായിട്ട് ഇടയായി. പിന്നീട് അമ്മോൻ എന്ന് പറയുന്ന ആൾ വന്നു. അതിനാൾ 2 വർഷമേ ഭരിച്ചുള്ളൂ. അദ്ദേഹം വാസ്തവം പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം വിശ്വസനീയെന്നാണ്. പക്ഷേ അദ്ദേഹത്തെ ആരും വിശ്വസിച്ചൊന്നുമില്ല. 2 വർഷം കഴിയുമ്പോൾ വധിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് വരുന്ന നല്ല രാജാവാണ് ജോസിയ രാജാവാണ് വാസ്തവത്തിൽ മനോഹരമായ രീതിയിൽ നവീകരണം നടത്തിയത്. ദൈവസന്നിധിയിൽ നീതി പ്രവർത്തിച്ച ആൾ ജോസിയയാണ്. അപ്പോൾ വാക്കിൻ്റെ അർത്ഥം എന്നാ? കർത്താവ് നൽകട്ടെ എന്നാ ജോസിയ. കർത്താവ് നൽകട്ടെ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. കർത്താവ് ശക്തിപ്പെടുത്തി നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും നീതിമാനും വിശ്വസ്തനായ ഒരു രാജാവായിരുന്നു. ഈജിപ്ത് രാജാവുമായി മെഗീഡോയിൽ വെച്ച് നടന്ന യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത്, വധിക്കപ്പെടുകയാണ് ഉണ്ടായ അവസാനം. നവീകരണം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വധിക്കപ്പെടുകയാണ്. വലിയ പരിഷ്കർത്താവാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ മനാസെ വലിയപ്പൻ ഉണ്ടാക്കി വെച്ചിരുന്ന നിറ വിഗ്രഹങ്ങളെ നീക്കം ചെയ്തു, കംപ്ലീറ്റായി. പഴയ എസെക്കിയ രാജാവിനെ പോലെ തന്നെ എല്ലാ ശുദ്ധീകരണങ്ങൾ നടത്തി, ദേവാലയ ശുദ്ധീകരണം നടത്തി. അവിടെ ജനത്തെ മുഴുവൻ കർത്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചു. പിതാമഹനായ മന്നാസയുടെ എല്ലാ മ്ലേച്ഛതകളെയും ഉന്മൂലനം ചെയ്തു. അപ്പോൾ ദൈവാരാധന ജെറൂസലേമിൽ കേന്ദ്രീകരിച്ചു. മനുഷ്യൻ്റെ ദൈവാരാധന കേന്ദ്രീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വലിയ ഭയങ്കര ആഡംബരപൂർണ്ണവും ആഘോഷപൂർണ്ണമാക്കി മാറ്റി. എന്നാൽ ചില കുറവുകൾ നമ്മൾ അവസാനം പറയാം. എല്ലാം കേന്ദ്രീകരിച്ച് അത് ഭംഗിയായ രീതിയിൽ നവീകരണം ഉണ്ടാക്കി കർത്താവിന് മുമ്പിൽ നീതി പ്രവർത്തിച്ചു എന്നാണ്. പിതാവായ ദാവീദിന്റെ മാർഗങ്ങളിൽ നിന്ന് അവന് വ്യതിചലിച്ചില്ല. അണുവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കും അദ്ദേഹത്തെക്കുറിച്ച്. ഒന്നുകൂടെ പറയാം. കർത്താവിന് മുമ്പിൽ നീതി പ്രവർത്തിച്ചു മന്നാസെ, അല്ല ആരാണ്? ജോസിയ. എന്നിട്ടോ പിതാവായ ദാവീദിന്റെ മാർഗങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല. പിതാവായ ദാവീദ് എന്ന് പറയുന്നത് അതാണ്. അണുവിട വ്യതിചലിച്ചില്ല. രാജാവായ ഏത് പ്രായത്തിലാണ്? 8ാമത്തെ വയസ്സിൽ. പക്ഷേ 8ാമത്തെ വയസ്സിൽ രാജാവായി. അതുകൊണ്ട് ആദ്യ കുറേ വർഷങ്ങൾ കാര്യസ്ഥന്മാരുടെ സംരക്ഷണയിലായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് വളർന്നു. അപ്പോൾ അസൂർ ബാനിപ്പാൽ മരിച്ചപ്പോൾ യൂദായ്ക്ക് വളരെ പ്രതീക്ഷയുണ്ടായി. അസീറിയായാലും അയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴും. അപ്പോൾ 8ാം ഭരണവർഷത്തിൽ ജോസിയ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു. 8 വയസ്സിൽ രാജാവായി, 16 വയസ്സാകുമ്പോൾ അന്വേഷണം ആരംഭിച്ചു. എങ്ങനെയാണ് യഹോവയുടെ കടന്നുവലെന്നായിരുന്നു ആ ചരിത്രമൊക്കെ പഠിക്കാനായിട്ട് അദ്ദേഹം തുടങ്ങി. അപ്പോൾ അതിനാൽ തന്നെ അസീറിയൻ മതാചാര്യങ്ങൾ അവരിവിടെ കലർത്തി ഇവിടെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച അസീറിയൻ മതാചാരങ്ങളൊക്കെ നിർത്തലാക്കി. പിന്നീട് അടിക്കടി അപ്പോൾ അസീറിയ ക്ഷയിക്കാൻ തുടങ്ങിയിരുന്നു. ഭരണത്തിൻ്റെ 12ാം വർഷം അദ്ദേഹം നവീകരണം ആരംഭിച്ചു. ജെറുസലേമിലും യൂനായിലും വടക്കൻ ഗോത്രങ്ങളുള്ള നവീകരണം ശക്തിപ്പെടുത്തി. ജോസിയ രാജാവ് എന്ന് പറയുന്ന ഹൃദ്യനായ രാജാവാണ്. അപ്പോൾ വിഗ്രഹങ്ങളും ബലിപീഠങ്ങളും ഒക്കെ തച്ചുടച്ച് ധൂളിയാക്കി ശവകുടീരങ്ങൾ വിതറി അതിനെല്ലാം തകർത്ത് കളയും. എന്നിട്ട് വടക്കൻ ഇസ്രായേലിൻ്റെ വടക്കേ അതിർത്തികളുടെ നഫ്താലി പ്രദേശത്ത് ഒരു ഗോത്രമാണെന്നുള്ളത്, നഫ്താലി പ്രദേശത്തെ ആ ഗോത്രപ്രദേശങ്ങൾ പരിശുദ്ധീകരണം തുടർന്നു. പിരിഞ്ഞുപോയ ഗോത്രങ്ങളെയൊക്കെ യൂദാനെ ചേർക്കാൻ അതിന് ആഗ്രഹമുണ്ടായിരുന്നു. ചേട്ടാ വിജയിച്ചില്ല, ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ദേവാലയത്തിന് കേടുപാടെല്ലാം നോക്കി യോവാഷ് രാജാവ് തുടങ്ങി വെച്ച ആ പണപ്പിരിവുണ്ടല്ലോ, യോവാഷ് രാജാവ് നമ്മൾ പറഞ്ഞാണ്, അതാണ് ദേവാലയം ശുദ്ധീകരിക്കാൻ വേണ്ടി കാശില്ലാഞ്ഞിട്ട് പിരിവ് നടത്തിയപ്പം അത് ആവശ്യപ്പെട്ടതിൽ കൂടുതൽ വന്നു എന്ന് പറഞ്ഞു. അതുപോലെ അത് ഇപ്രകാരം
നവീകരണത്തിന് ആവശ്യമായ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പിരിവ് നടത്തി. അതുകൊണ്ട് നേർച്ചപ്പെട്ടി അവിടെ എല്ലാവരും അവിടെ ഫിക്സ് ചെയ്യുക. കത്താറ് കാലത്ത് നേർച്ചപ്പെട്ടിയൊക്കെ ജോസിയാരായ വന്ന് വെച്ച നേർച്ചപ്പെട്ടിയിലാണ്. അതായത് നിർമ്മാണത്തിന് ആവശ്യമായ പണം ഉണ്ടാകാൻ വേണ്ടി അവിടെ അദ്ദേഹം എന്ത് ചെയ്തു? ഔദ്യോഗികമായി നിയമഗ്രന്ഥം കണ്ടെത്തിയത് വായിച്ചു. ദേവാലയ ശുദ്ധീകരണ വേളയിൽ ഒരു ദേവാലയത്തിന്റെ കൽത്തൂണിന്റെ ഇടയിൽ നിന്ന് നിയമഗ്രന്ഥത്തിന് ചുരുൾ അദ്ദേഹത്തിന് കിട്ടി. അതാണ് ഭയങ്കര ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നിയമഗ്രന്ഥം കണ്ടെത്തി. അപ്പൊ കണ്ടെത്തിയ ആ നിയമഗ്രന്ഥം വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ചങ്കിടിഞ്ഞ് കരഞ്ഞ് വസ്ത്രം കീറിയെന്ന് പറയാം. കാരണം നിയമഗ്രന്ഥം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് തന്ന ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ നിങ്ങൾ വസിക്കുന്ന വാഗ്ദത്തം പോയി നഷ്ടപ്പെട്ടു പോകും എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിത്യമായി ജീവിക്കും, നിങ്ങളുടെ മക്കളും ജീവിക്കും. അതൊക്കെ വളരെ മനസ്സിലാക്കി വരാൻ പോകുന്ന ആ വലിയ ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത് അനുദവിച്ച് വസ്ത്രം കീറി പ്രാർത്ഥിച്ച ഉപവാസം അനുഷ്ഠിച്ചു. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദൈവ കോപം ഉണ്ടായത് ഇപ്രകാരമാണ് അദ്ദേഹം തിരിച്ചറിയും. അതായത് തരത്തിൽ തകർച്ച ഉണ്ടാകാനുള്ള കാരണമാണ്. പ്രവാചകനായ ഹൂൽദായുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു. ഹൂൽദ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഉപദേശിപ്പിച്ചു. ഒന്ന്, ആദ്യത്തെ ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് മാറ്റമൊന്നുമില്ല, അത് ഉടമ്പടിയുടെ ഭാഗമാണ്. ഉടമ്പടിയുടെ ഭാഗം ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷ എന്ന് പറഞ്ഞാൽ അന്ന് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്, മാറ്റമില്ല. എന്നാൽ കർത്താവിന്റെ വചനം കേട്ട് അനുദപിച്ചതുകൊണ്ട് ജോസിയായുടെ മേൽ ശിക്ഷാവിധി ഉണ്ടാവില്ല. ഈ രണ്ട് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. അപ്പം എപ്പോഴും അനുതാപം ദൈവശിക്ഷ അകറ്റിക്കളയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഉടമ്പടി നവീകരണം അത് വളരെ കാര്യമായ രീതിയിൽ കൊണ്ടുപോവുകയാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി പാലിച്ചു കൊള്ളാം എന്നതായിരുന്നു ആ ഉടമ്പടി വാചകം പണ്ട് നടത്തിയത്. സീനായി മലയിലെ ആ ഉടമ്പടിയിൽ കൊടുത്തിരുന്ന ഏറ്റവും ഇതായുള്ള പ്രതികരണം ഇതായിരുന്നു. ദൈവം ഇങ്ങോട്ട് വെളിപ്പെടുത്തുന്നത് എന്താ പറഞ്ഞത്? തമ്പുരാൻ ഇങ്ങോട്ട് തൻ്റെ സ്നേഹമാണ് നൽകിയത്. അതിനെ തിരിച്ച് നൽകപ്പെട്ടിരുന്ന അനുസരണവും വിശ്വസ്തതയുമാണ്. അപ്പോൾ ആ ഉടമ്പടിയാണത് ഭയങ്കരമായ രീതിയിൽ തകർക്കപ്പെട്ടത്. അതുകൊണ്ട് അതിൻ്റെ ആവർത്തനം വീണ്ടും ഉണ്ടാകുകയാണ്. അപ്പോൾ ഉടമ്പടി നവീകരണം വീണ്ടും ജോഷിയ രാജാവിൻ്റെ കാലത്ത്, ജോഷിയുടെ പുസ്തകത്തിന് 24 അധ്യായം പറഞ്ഞാൽ ഉടമ്പടി നവീകരണം നടത്തില്ല, അദ്ദേഹം ഉടമ്പടി നവീകരണം നടത്തി. അതുകൊണ്ട് ആ കാലഘട്ടത്തെ അറിയാമല്ലോ എങ്ങനെയാണ് തകർന്നു പോയെന്ന്. സോളമൻ രാജാവിൻ്റെ അവസാന ഘട്ടത്തിൽ മുഴുവൻ കൊണ്ട് വിഗ്രഹാരാധന വളർത്തി ആ വിഗ്രഹാരാധരായ രാജാക്കന്മാരുടെ മക്കളെ കല്യാണം കഴിച്ച് നയതന്ത്രജ്ഞയുടെ പേരിൽ കൊണ്ട് മുഴുവൻ നാശമാക്കി കഴിഞ്ഞപ്പോൾ നിന്നെയോ നിന്റെ അപ്പനെയോ തിന്നിൽ ഞാൻ രാജ്യം തിരിച്ചെടുക്കുകയില്ലെന്ന് പ്രവാചകന്മാരുടെ ദൈവം പറഞ്ഞത്. അല്ലേ, നിന്റെ രാജ്യം തിരിച്ചെടുക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ സ്ഥാനാരോഹണ സമയത്താണ് രാജ്യം രണ്ടായിട്ട് വളരുകയും 10 ഗോത്രങ്ങളടങ്ങി സംജാതമാവുകയും ഇയാൾ യൂദായും ബെന്യാമീനുമായിട്ട് ഒറ്റപ്പെടുകയും ചരിത്രം നമ്മൾ വേണ്ടി ഓർക്കേണ്ട. അതാണ് സംഭവം നടന്നത്. അത് എന്തുകൊണ്ടാണ്? ഉടമ്പടി ലംഘിച്ചതിൻ്റെ ശിക്ഷയായിരുന്നു അതെന്നുള്ള കാര്യമാണ്. അപ്പോൾ സോളമൻ്റെയും റഹോബോവാമിൻ്റെയും കാലഘട്ടമൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ അസീറിയായുടെ സഹായം അദ്ദേഹം ഇവിടെ തേടി. അത് പ്രവാചകത്തെ ഇഷ്ടപ്പെട്ടില്ല. അത് ഈജിപ്തിൻ്റെ സൈന്യത്തെ തടയാൻ പോയ അവസരത്തിൽ, അതുകൊണ്ട് അസീറിയക്കെതിരെ പോയ അവസരത്തിൽ മരിക്കാൻ വൂണ്ടഡായിട്ട് അങ്ങനെയാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ അപ്പോൾ അത് നാം മനസ്സിലാക്കേണ്ട പ്രധാനത്തെ സംഗതിയാണ്. ഈ രാജാവിൻ്റെ ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞൊരു കാര്യം, നവീകരണവും പരിഷ്കരണമൊക്കെ ഭംഗിയായിട്ട് നടത്തിയെങ്കിൽ പോലും സാമൂഹ്യ രീതിയിൽ വേണ്ട വിധത്തിൽ പരിഷ്കാരങ്ങളുണ്ടായില്ല. ദൈവാരാധനയൊക്കെ വളരെ ക്ലിയറായിട്ട്, വളരെ വ്യക്തമായിട്ട്, ഒരു തെറ്റും കുറ്റവും ഇല്ലാതെ നടത്തി. പെസഹ എന്ന് പറയുന്ന സംഗതി നേരെ ജെറുസലേം കേന്ദ്രീകരിച്ചു. ഇസ്രായേലും മുഴുവൻ അഭിമാനകരമായ രീതിയിൽ വലിയ ആഘോഷമായ അനുഷ്ഠാന കാര്യങ്ങളുണ്ടായി. പക്ഷേ ഇത് സാധാരണക്കാരന പാവപ്പെട്ടവൻ്റെ അവൻ്റെ ജീവിത നിലവാരത്തിൽ ഉയർച്ച ഉണ്ടാക്കിയില്ല, അങ്ങോട്ട് ശ്രദ്ധ പോയില്ല. അപ്പോൾ അവിടെ ആ ആരാധനകളത്തിൽ പരിഷ്കാരം നടത്താൻ വന്ന ആവേശം സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ പ്രകടിപ്പിച്ചില്ല എന്ന് പറയുന്നത് ഈ നല്ല രാജാവിൻ്റെ ജീവിതത്തിൽ വന്ന വലിയ നേട്ടങ്ങൾ കൂടെ വന്നു പോകുന്ന ഒരു വലിയ വീഴ്ചയായിട്ടാണ് വ്യാഖ്യാതാക്കൾ കാണുന്നത്. എന്നും ഒരേ സത്യം തന്നെയാണ്. നമ്മൾ വലിയ ഗംഭീരമായിട്ട് പെരുന്നാളുകൾ ആഡംബരപൂർണമായ പരിപാടിക്കും ദേവാലയത്തിൽ ഇടവ് മത്സരിച്ച് നടന്നുകൊണ്ടല്ലോ. മറ്റേ ഇടവകക്കാളും ആ തിരുനാളിനേക്കാൾ ഗംഭീരമായി നമ്മുടെ നിലവാരത്തിൽ പറയുന്നത് അങ്ങനെയല്ല. അവിടെ എന്തെല്ലാം ഉണ്ടോ അതിലിപ്പുറം ഇവിടെ ഉണ്ടാകും. അവിടെ ചിങ്കാരിമേളയാണ്, ഇവിടെ ചിങ്കാരിമേള. അവിടെ എന്തോ ഭയങ്കരമായ ആവേശമല്ലേ ഉണ്ടാകുന്നത്. അത് തെറ്റൊന്നും ആരും പറയുന്നില്ല. പക്ഷേ സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ ഈ ഇടവകയിലെ തീരെ പാവങ്ങളെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഒന്നുമില്ലാത്തവനും ഒന്നും അല്ലാത്തവനായ അവനെ കടന്നു കയറിക്ക് വരുമ്പോൾ മാതയിക്കിട എന്ന് പറഞ്ഞാൽ ആട്ടി പുറത്താക്കുന്ന രീതി, അവന് വേണ്ടി ഒന്ന് കഥവ് തുറന്നു കൊടുക്കാൻ പോലും തയ്യാറല്ലാത്ത രീതി,
അവൻ്റെ സങ്കടം ഒന്ന് കേൾക്കാൻ പോലും സന്നദ്ധമില്ലാത്ത രീതിയിലാണ് നമ്മൾ അവലംബിക്കുന്നതെങ്കിൽ ഇതേ ശിക്ഷ തന്നെ നമുക്കും വരും. ബാബിലോണിയ അടിമത്തം, ദൈവനീതി എന്ന് പറയുന്നത് അവിടെയാണ് നിൽക്കുന്നത്. നീ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭംഗി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഇവിടെ നീതി നിർവഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ സ്നേഹമാണ് ഉടമ്പടിയുടെ വിഷയമെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നുള്ള അയൽക്കാരെ സ്നേഹിക്കാൻ പറഞ്ഞതിൻ്റെ പ്രതികരണത കാണിക്കാതെ ഈ ആഡംബരപൂർണ്ണമായ ആരാധനക്രമത്തിൽ മാത്രം നിലനിൽക്കുകയും നീ അങ്ങോട്ട് അങ്ങനെ ഒരുപാട് മനുഷ്യരിപ്പോൾ ഉണ്ട്. ഭയങ്കര നിഷ്ഠയോടുകൂടി ആരാധനക്രമം നടത്തുക, എന്തൊരു ആഘോഷമായ രീതിയിൽ യാമപ്രാർത്ഥനകൾ നടത്തുന്നു, എന്തെല്ലാം തിരുനാളും അതൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തുന്നു, വളരെ ചിട്ടയും ക്രമമായിട്ട് നല്ല പാട്ട്, നല്ല മനോഹരമായ ഗീതങ്ങളും ഒക്കെ ആയിട്ടെല്ലാം നടത്തുന്നു. പക്ഷേ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലെ അവിടെയുള്ള ഭാവങ്ങളുള്ള ആഭിമുഖ്യം എന്താണ്? ബിലോ പോവർട്ടി ലൈനിൽ കിടക്കുന്ന കുടുംബത്തിലുള്ള ആഭിമുഖ്യം എന്താണ്? അവിടെ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ കഴിയുന്നവരുള്ള ആഭിമുഖ്യം എന്താണ്? അവിടെ രോഗത്തിലും പീഡനം കിടന്ന് വലയുന്നവരുള്ള സമീപനം എന്താണ്? ഒരു നിവൃത്തിയില്ല. 2-3 വീടുണ്ട്, അതിനകത്ത് കിഡ്നിയുടെ അസുഖത്തിന് മകന്, അല്ലെങ്കിൽ അമ്മയ്ക്ക് കാലൊടിഞ്ഞ് കിടക്കുന്നു, മകള് മറ്റേതിൻ്റെ അസുഖം, ഒരു വരുമാനം ആർക്കുമില്ല, കഞ്ഞി കുടിക്കണ്ടേ, കഴിഞ്ഞുകൂടണ്ടേ? എന്ത് പ്രതിബദ്ധതയാണ് നമുക്കുള്ളത്? ഇങ്ങനെയുള്ള വീടുകൾ നമുക്കില്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ചോദ്യം ചോദിക്കേണ്ടതാണ്. അവിടെ എന്ത് പ്രതിബദ്ധത നമ്മൾ കാണിക്കുന്നത്? അത് കാണിച്ചിട്ട് വേണം ഇത് നടത്താൻ. അല്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ട് അതും കൂടെ നിർവഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ശിക്ഷാവിധിക്ക് വിധേയരാകുന്ന കാര്യം നാം മനസ്സിലാക്കും. ഇപ്പം പല നല്ല വൈദികർ ധാരാളം പേര് അങ്ങനെ ആ വിധത്തിൽ ചെയ്യുന്നുണ്ട്. ഏത് പാവം വന്നാലും അവരെ കേൾക്കാനും ഒരു വിഷമമൊക്കെ ഒരു 10 മിനിറ്റ് ഒന്ന് കൊടുത്താൽ മതി. ആരോട് പറയാൻ പറ്റും എൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ നടക്കുന്ന ആർക്കും ആരെ ശ്രദ്ധിക്കാൻ നേരമില്ലല്ലോ. അപ്പോൾ ഇടവയിലിരിക്കണം വിചാരില്ലേ വൈദ്യൻ ആ അച്ഛൻ്റെ അടുത്ത് എൻ്റെ സമാധാനം കിട്ടുമെന്ന് ചിന്ത ആ ഒരു വ്യക്തിക്ക് പാവങ്ങൾക്ക് ഉണ്ടായി കഴിയാം. അവർ ഇടമുറിയാതെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു ശല്യമാണെന്ന് കരുതി കഴിഞ്ഞാണ് കഥ അടച്ചിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവർ വന്നവരെ സ്വീകരിക്കുന്ന വൈകിയുണ്ട് ധാരാളം. അങ്ങനെ ആളുകൾ അച്ഛൻ്റെ അടുത്ത് ചെന്നു വിഷമം കുറേ നേരം പറഞ്ഞതിന് ശേഷം അച്ഛനെല്ലാവർക്കും പണം കൊടുത്ത് രക്ഷിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ പണമല്ല ആവശ്യം, പണത്തേക്കാൾ വിലയുള്ളതാണ് ആ സാന്നിധ്യം. അതെല്ലാം കേട്ട് ശാന്തമായി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു വിടുമ്പോൾ എന്താ ആ വന്നയാളുടെ മുഖഭാവം മാറി കറുത്തിരണ്ടു വന്ന മുഖം നല്ല തെളിഞ്ഞ് വെളിവായി പ്രകാശപ്പെടുന്ന എൻ്റെ അച്ഛ, എനിക്ക് സമാധാനമേ, ഒന്നും കിട്ടിയില്ലേലും വേണ്ടി എനിക്ക് സമാധാനം എന്ന് പറയും. പോകുന്ന എത്രയോ കാഴ്ചകളാണ് വൈദികർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ എന്ന് വരുന്നില്ല. അല്ലെങ്കിൽ ഓരോ ആത്മഹത്യയും ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ കെയർ ചെയ്യുന്നില്ല. ഈ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുടുംബം ആത്മഹത്യയുടെ വക്കിലാണെന്ന് അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും അവിടെ കാണുമായിരുന്നു. ഒന്ന് ശ്രദ്ധാപൂർവം ചെന്ന് ഇടപെട്ടിരുന്നെങ്കിലും ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ സമൂഹത്തിൽ ആത്മഹത്യ ഉണ്ടാകാനേ പാടില്ല. പക്ഷെ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആരാധനയും അനുഷ്ഠാനമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് നിൽക്കുക? അതുകൊണ്ട് നീതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ശുഷ്കാന്തി, മന്നാസയുടെ നവീകരണ ശുഷ്കാന്തി വേണ്ട വിധത്തിൽ അങ്ങ് പ്രതിഫലിച്ചില്ല. അതുകൊണ്ട് ഫലം ഒന്നും നിലനിന്നില്ല. സാധാരണ ജനങ്ങളിലേക്ക് ചെന്നില്ല. സാധാരണ ജനങ്ങൾക്ക് ഇസ്രായേലിലേക്ക് വന്ന് എപ്പോഴും വന്ന് ബലിയർപ്പിക്കാൻ വരാൻ പറ്റുമോ? അങ്ങ് വിദൂരതയിൽ നിന്ന്. ഇന്നത്തെ പോലെ നമുക്ക് അന്നത്തെ പോലെ കാർ സൗകര്യമോ അല്ലെങ്കിൽ ട്രെയിൻ സൗകര്യമോ ഒന്നും ഇല്ലെന്ന് ഓർക്കണം. നടന്നു തന്നെ വരണം. അതിന് പ്രത്യേക വണ്ടിയൊന്നുമില്ല. അല്ലെങ്കിൽ വല്ല ഒട്ടകത്തിൻ്റെയും പുറത്ത് കയറി അല്ലെങ്കിൽ കഴുതയുടെ പുറത്ത് കയറി വരണം. എത്ര മൈലുകളാണ്. അപ്പം അങ്ങനെ വരാൻ പാവപ്പെട്ടവരെന്നാ ചെയ്യും? അവന് കിട്ടേണ്ടതല്ലേ ഈ നവീകരണത്തിൻ്റെ ഫലങ്ങൾ കിട്ടേണ്ടതല്ലേ? അപ്പം അനുഷ്ഠാന പ്രധാനമായി നമ്മൾ പോവുകയും സാമൂഹ്യ നീതിയും സാഹോദര്യവും അവനകത്ത് വിരോധം ഇല്ലാതിരിക്കുകയും ചെയ്യണമെങ്കിൽ അത് വൈരുദ്ധ്യമാണ് കർത്താവ് ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ടാണ് ഏശയ്യാ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ കോണ്ടക്സ്റ്റിലാണ് ഏശയ്യ ഇതെന്ന് നോക്കണേ. ഏശയ്യയുടെ പുസ്തകത്തിന് ആദ്യ അധ്യായത്തിനാണ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുകയില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പുറം തിരിഞ്ഞു നിൽക്കും. ദൈവ പറയുന്നു, നിങ്ങളെ ആദ്യമേ നിങ്ങൾ അനീതിയുടെ കെട്ടുകളടിക്കുവേൻ, അധർമ്മത്തിന് കെട്ടുകളടിക്കുവേൻ, പാവത്തിന് മുഖം താഴെ വയ്ക്കുവേൻ, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. അല്ലെങ്കിൽ ഞാൻ കേൾക്കുകയില്ല നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ പുറം തിരിഞ്ഞ് നിൽക്കുമെന്ന് കർത്താവ് പറയും. അപ്പോൾ ഈ കോണ്ടക്സ്റ്റ് ഈ ചരിത്ര പശ്ചാത്തലം അറിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഏശയ്യ എന്തുകൊണ്ട് ആ ഏശയ്യയാണെങ്കിൽ വധിക്കാൻ തുടങ്ങി ഈ മാറ്റ രാജാവ്. ഇപ്പോൾ വധിച്ചതിൻ്റെ പിൻപിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്, എത്രയോ അധ്യായങ്ങൾ എഴുതി. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ നവീകരണത്തിൻ്റെ ആ ചുരുൾ കിട്ടിയതോടുകൂടിയാണ് ഈ രാജാവിന് വലിയ ഭയങ്കരമായ ഉത്തേജനം ഉണ്ടായി. നമുക്ക് ഇന്നത്തെ പോലെയല്ലോ. അന്ന് ദൈവവചനം എന്ന് പറയുന്നത് കിട്ടാൻ കയ്യിലില്ലല്ലോ. നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വേദപുസ്തകം നമ്മുടെ മേശപ്പുറത്തുണ്ട്. ഈ ഭാഗ്യം എന്ന് കിട്ടിയതാണ്. ഇത് എന്നുണ്ടായ പ്രിൻറ്റിങ് ഉണ്ടായ അധികം കാലമൊന്നും ആയില്ലല്ലോ. ഈ പ്രസും പ്രിൻറ്റിങ് കൊണ്ട് അധികം കാലം അതിന് മുമ്പുണ്ടായത് ചുരുള. അപ്പോൾ ആരുടെ കയ്യില? അതൊന്നും എല്ലാ മനുഷ്യൻ്റെയും കയ്യിലുണ്ടാവില്ല. വളരെ ചുരുക്കം പേരുടെ കയ്യിൽ മാത്രമേ കാണുകയുള്ളൂ. അതാണ് നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ ഇപ്പോൾ എല്ലാവരുടെ മൊബൈൽ ഫോണിലും ഉണ്ടല്ലോ. കൊണ്ടു നടക്കാമല്ലോ ദൈവവചനം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്.
അപ്പോൾ അത് അവഗണിക്കപ്പെട്ട് കിടന്ന ആ ദൈവവചനത്തെ ഉയർത്തിയെടുത്തു ഈ രാജാവ് എന്നുള്ളത് രാജാവിൻ്റെ വലിയൊരു മെരിറ്റാണ്. അവഗണിക്കപ്പെട്ട് കിടന്നവർ, നമുക്കറിയാം അവരെന്തെല്ലാം തരത്തിൽ ആ യഹൂദ ജനം കാത്തു സൂക്ഷിച്ചിരുന്ന ദൈവവചനത്തെ. അതുകൊണ്ടാണ് അവർ വലിയ യുദ്ധങ്ങളുണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു, കുടത്തിനകത്ത്, ചെമ്പ് കുടത്തിനകത്ത് ഈ ചുരുളുകളിട്ട് അത് പൂട്ടിയിട്ട് കുമറാൻ എന്ന് പറഞ്ഞ ദേശത്ത് മലയിടുക്കിൽ കൊണ്ട് കുഴിയുണ്ടാക്കി കുഴിച്ചിട്ടു. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളില്ലാണ്ടായാലും ദൈവവചനം മരിക്കാൻ പാടില്ല. നമുക്ക് എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ നമ്മൾ യഹൂദനെ കുറിച്ച് പറഞ്ഞാലും ശരി, അവൻ ഇത് ചെയ്തവനാണ്. 1947 ഈ പുരാവസ്തു ഗവേഷകർ അവിടെ ചെന്ന് അത് കണ്ടു കിട്ടി. അതായത് അവിടെ ഒരു ആട്ടിടയും പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കല്ലെടുത്തെറിഞ്ഞ ഒരു ചെമ്പിൻ്റെ സ്വരം കേട്ടു. അപ്പോൾ അവന് ഇവിടെ എന്തോ ഉണ്ടെന്ന് കിട്ടി. അവനെന്ത് ചെയ്തു, അത് കണ്ട് പൊക്കിയെടുത്തുകൊണ്ട് അതുകൊണ്ട് ഏതാണ്ട് വിലപ്പിടിപ്പുള്ള സാധനം വിചാരിച്ച് കൊണ്ടുപോയി ഒരു കടക്കാരന് വിറ്റു. അവന് മനസ്സിലായില്ല അതെന്താണ് കൃത്യമായി. അപ്പോൾ അവലുകൾ ചെയ്യുന്നത് കഴിച്ചോ ബിരുദം കിടന്ന് നോക്കിയപ്പോൾ ഏഷ്യാർ ചുരുളായിരിക്കും. അദ്ദേഹത്തിന് അത് ആവശ്യമുള്ള പണം കൊടുത്ത് വാങ്ങിച്ചിരുന്നു. അങ്ങനെ അതിൻ്റെ ചരിത്രമൊക്കെ നോക്കിയാൽ വളരെ രസകരമായ കാര്യം. 1947 നോക്കാം. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്തൊരു ഭാഗ്യമുള്ള ജനം. നമ്മുടെ കയ്യിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അതും പ്രയോജനപ്പെടുന്നില്ല. വീട്ടിൽ വച്ചിരിക്കുകയല്ലേ വേദവസ്തു, വലിയ വേദവസ്തു BSc ഫയൽ അവിടെ വെച്ചിട്ടുണ്ട്. ആ അതിനകത്ത് എന്താ കൊണ്ട് വെച്ചിരിക്കുന്നത്? അനാവശ്യ കാര്യങ്ങളൊക്കെ രസീതും റെസീപ്റ്റും ഒക്കെ കൊണ്ട് വെക്കാനുള്ള ഒരു പെട്ടിയായിട്ട് വേദപുസ്തകത്തെ അതപ്പതിപ്പിക്കാൻ പാടില്ല. അത് നല്ല ബഹുമാന്യമായ സ്ഥലത്ത് ആദരവോടെ പ്രതിഷ്ഠിക്കുകയും എല്ലാ ദിവസവും എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും രീതി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളർത്തിയെടുക്കാൻ കഴിയേണ്ടതാണ്. അത് ആ വചനമാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള പ്രേരണ നൽകുന്നത്. അതുകൊണ്ട് നീതിബോധം, പങ്കുവയ്ക്കൽ എന്നീ കാര്യങ്ങളിലേക്ക് വചനധ്യാനം നമ്മളെ നയിക്കേണ്ടത്. നമ്മളിവിടെ സമാപിപ്പിക്കുകയാണ്. ഈ രാജാക്കന്മാർ 2-3 രാജാക്കന്മാരിൽ ഹെസേക്കിയേൽ കഴിഞ്ഞിട്ട് പിന്നീട് വന്ന വളരെ തെറ്റായിട്ട് കൊണ്ടുപോയ ആ രാജാവ് മനാസെ, അത് കഴിഞ്ഞ് പിന്നീട് പെട്ടെന്ന് 2 വർഷം മാത്രം ഭരിച്ച രാജാവ്, പിന്നീട് വന്നിരിക്കുന്ന നീതിനിഷ്ഠനായ രാജാവ് ഹെസേക്കിയാ പോലെ തന്നെ വന്നിരിക്കുന്ന യോസിയ രാജാവ് നവീകരണ പരിപാടിയിൽ ഇത് അവസാനം പൂർത്തിയാക്കാൻ പറ്റാതെ പോയി. അപ്പം നല്ല കാര്യങ്ങൾക്ക് അതിൻ്റെ പ്രതികൂലമായ ഭാവം എന്തായിരുന്നു? ആ അനുഷ്ഠാനങ്ങൾ, ആരാധനക്രമ അനുഷ്ഠാനങ്ങൾ പാപങ്ങളിലേക്ക് എത്തിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ കുറവ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് വിശ്വം ശേഖരയും അദ്ദേഹത്തിൻ്റെ സ്നേഹം പരിശുദ്ധാന സഹവാസവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ.